ഈ പ്രായത്തിലും ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എന്നാൽ കളമശ്ശേരി സ്വദേശി സക്കീറിന് അതിന് കഴിയും. കാൽപന്ത് കളിയിലെ പ്രായം മറന്ന പ്രതിരോധ നിരക്കാരൻ. പറഞ്ഞു വരുന്നത് കാൽപന്ത് കളിയിൽ എതിരാളികളെ വിറപ്പിക്കുന്ന കളമശ്ശേരി ഗ്ലാസ് കോളനി സ്വദേശി സക്കീർ എന്ന യുവത്വത്തിൻ്റെ ഊർജം വിട്ടുമാറാത്ത 57 വയസ്സുകാരനെ പറ്റിയാണ്. ഏത് ടൂർണമെൻറ്റിലായാലും പ്രതിരോധ കോട്ട കെട്ടി എതിരാളികളെ പൂട്ടുവാൻ സക്കീറിനുള്ള കഴിവ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കൂടെ കളിച്ചുകൊണ്ടിരുന്നവരിൽ പലരും പിന്മാറിയിട്ടും ഇപ്പോഴും ടൂർണമെൻറ്റുകളിൽ സക്കീർ നിറഞ്ഞു നിൽക്കുന്നത്. പ്രായമേറിയ നിരവധി പേർ അവധി ദിനങ്ങളിലും മറ്റും ഫുട്ബോൾ ഉൾപ്പെടെ കളിക്കുന്നുണ്ടെങ്കിലും ഈ പ്രായത്തിലും ടൂർണമെൻറ്റുകളിലും പരിശീലന മത്സരങ്ങളിലും സജീവമായി തന്നെ സക്കീർ രംഗത്തുണ്ട് എന്നുള്ളതാണ് സക്കീറിൻ്റെ പ്രത്യേകത. പ്രായം മറന്നുള്ള കളിയല്ലേ ഇതെന്ന് ചോദിക്കുമ്പോൾ കാൽപന്ത് കളി തന്നെയാണ് ഇപ്പോഴും തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് സക്കീർ പറയുന്നു. 10ാം ക്ലാസ്സിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഫുട്ബോൾ അങ്ങനെ പല പല ക്ലബ്ബുകളിൽ കളിച്ച് ഓടി നടന്ന് കളിയോടുള്ള താല്പര്യം കൊണ്ട് പലതും ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഇതാണ് ജീവിതം. ഏതൊക്കെ ക്ലബ്ബിൽ കളിച്ച്? ഇപ്പോൾ തുടക്കം മുതലാണെങ്കിൽ യൂണിവേഴ്സൽ HFD കളിച്ചു, ഷാലിമാർ കളിച്ചു, CB പോളിമേഴ്സ് എന്ന് പറഞ്ഞ ടീമുണ്ടായി. പിന്നെ 11സിലാണെങ്കിൽ ഉദയക്ക് കളിച്ചിട്ടുണ്ട്, സന്തോഷത്തിന് കളിച്ചിട്ടുണ്ട്, വെറ്ററൻസിൽ ഡോൺ ബോസ്കോ കളിച്ചിട്ടുണ്ട്. പിന്നെ എറണാകുളം ജില്ലാ ടീമിന് കളിച്ചിട്ടുണ്ട്, എറണാകുളം ടീമിന് വെറ്ററൻസ്. അങ്ങനെ പല പല ഒന്നും ഓർമ്മയില്ല, വിളിക്കുന്നവരോടെ പോയി കളിക്കും. പ്രമുഖ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചാവക്കാട് ഒരു ഷാലിമാറിൻ്റെ കൂടെ പോയി കളിച്ച് കാജ ട്രോഫി, അത് ഞങ്ങൾ ഷാലിമാറിൻ്റെ കൂടെ പോയതാണ്. നമ്മുടെ പഴയ പ്രീമിയറിലെ മജീദിക്കായി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്. ഏത് പൊസിഷനിലാണ് ഇപ്പോൾ? സ്റ്റോപ്പർ ബാക്ക്, അന്നും ഇന്നും എന്നും. ഇപ്പോഴും നിലവിലെ ടൂർണമെൻറ്റുകൾ കളിക്കുന്നു? അപ്പോൾ വെറ്ററൻസ് മിക്കവാറും എറണാകുളം ജില്ലയിലെ മിക്കവാറും എല്ലാ വെറ്ററൻസും ഉണ്ട്. പിന്നെ പല ക്ലബ്ബുകളിലും ഇവിടെ ഇപ്പോഴും കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മാർക്കറ്റ് ലീഗ് ഉണ്ട്, പാതാളം ലീഗ് ഉണ്ട്, അങ്ങനെ ലീഗുകൾ ഒരുപാടുണ്ട്. അങ്ങനെ കളി ഒഴിച്ചിട്ട് സമയമില്ല, കളിയാണ് നമ്മുടെ ജീവിതം. ഈ ടൂർണമെൻറ്റുകളല്ലാണ്ട് ഈ പരിശീലനത്തിനായിട്ട് ദിവസവും വരുന്നുണ്ട്? മിക്കവാറും ദിവസം പല സ്ഥലത്തായിട്ട്. വൈപ്പിനിൽ പോകും ഒരു ദിവസം തോപ്പിൽ പോകും, ഒരു ദിവസം ഇവിടെ വരും, ഒരു ദിവസം പാതാളത്ത് പോകും, ഒരു ദിവസം കളമശ്ശേരി പോകും. അങ്ങനെ എല്ലാ ടീമിലൂടെ മാറി മാറി ഓരോ ദിവസം സൗകര്യം പോലെ കളി. ജീവിതം ഫുട്ബോളിനായിട്ട് മാറ്റി വെച്ചേനെ? അതെ അതെ അതെ. അത് പക്ഷേ വീട്ടുകാർക്കുള്ള ആയുള്ള പ്രതിഷേധം അത് മാത്രമേ ഉള്ളൂ. കാരണം കളി ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു പരിപാടിക്കും പോകില്ല. അപ്പോൾ ഈ പുതിയ തലമുറ കളിക്കുന്ന ഈ യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? സ്റ്റാമിന ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മളൊക്കെ സ്ട്രെയിൻ ചെയ്യണം അത്രയൊന്നും പിള്ളേർ ചെയ്യില്ല. പിള്ളേർ കളിയുടെ സമയത്ത് അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞേ വരുള്ളൂ. വരിക, നേരെ ഇറങ്ങുക, കുറേ സ്കില്ല് കാണിക്കുക. പക്ഷേ സ്റ്റാമിന അത് ഭയങ്കര പ്രശ്നം. നമ്മളിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വയസ്സിലും നമ്മൾ കളിക്കുന്നത്. സ്റ്റാമിന പ്രശ്നമാണ്. ഇപ്പോൾ വായന കണ്ടില്ലേ, എല്ലാവരും ആ കളിയുടെ ഫോളോ അപ്പാണത്. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് നമുക്ക് പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയായിട്ടും അർഹിക്കുന്ന അംഗീകാരമൊന്നും സക്കീറിന് ലഭിച്ചിട്ടില്ല. ക്ലബ്ബുകളുടെയും കൂട്ടുകാരുടെയും കുടുംബത്തിൻ്റെയുമൊക്കെ പ്രോത്സാഹനവും പിന്തുണയുമൊക്കെ തനിക്കുണ്ടെന്നും കാൽപന്ത് കളിയാണ് തൻ്റെ ലഹരിയെന്നും മദ്യത്തിനും മയക്കുമരുന്നിനും മൊബൈൽ ഫോണിനും അടിമപ്പെടാതെ വിവിധ ഇനത്തിലുള്ള കായിക ഇനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആരോഗ്യവും മനസ്സും നന്നാവുമെന്ന യുവതലമുറയോട് ഒരു ഉപദേശവും നൽകുന്നുണ്ട് സക്കീർ. ഇന്നലെ രാത്രി ടൂർണമെൻറ്റ് കഴിഞ്ഞു വന്നു, വീണ്ടും ഇന്ന് രാവിലെ പരിശീലനത്തിനും വന്നു. ഇനി വൈകിട്ട് ലീഗ് കളിക്കുവാൻ വീണ്ടും പോകണം. ഇതാണ് സക്കീർ. നിരവധി ടൂർണമെൻറ്റുകളിൽ സക്കീറിൻ്റെ ടീം വിജയിച്ച് കപ്പുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒട്ടനവധി വ്യക്തിഗത പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട് സക്കീർ. കാൽപന്ത് കളിയെന്ന തൻ്റെ ഇഷ്ടവിനോദത്തിനൊപ്പം പ്രായം മറന്നുള്ള മാസ്മരിക പ്രകടനങ്ങളുമായി എതിരാളികളെ വിറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സക്കീർ. 57 വയസ്സുള്ള സക്കീർ എന്ന കാൽപന്ത് കളിയിലെ പ്രതിരോധ നിരക്കാരനിൽ നിന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് പഠിക്കുവാനുണ്ട്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.